ഭാഗം പൂര വിളംബരത്തിനായിട്ട് നെയ്തലക്കാവിലമ്മ ഇവിടെ നിന്ന് പുറപ്പെടും. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഭഗവതിയുടെ തിടമ്പ് കോലത്തിലേറ്റി ഇതാ എറണാകുളം ശിവകുമാറിനെ ശിരസിലേക്ക് കയറ്റിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും. ഇനി പൂര മണിക്കൂറുകളാണ്, അടുത്ത 36 മണിക്കൂർ എന്നുള്ളത് ഇനി പൂരത്തിൻ്റെ പൂരക്കാഴ്ചകളുടെ മേളക്കൊഴുപ്പിൻ്റെ മണിക്കൂറുകളാണ് ഇനി വരാനുള്ളത്. ദേശവഴികളെല്ലാം ഇനി വടക്കുന്നാഥ സന്നിധിയിലേക്ക് ആണ്, അതായത് തൃശ്ശൂരിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഭഗവതിമാരും ശാസ്താക്കന്മാരും ഇവരെല്ലാം ഇനി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ഒഴുകുന്നു. ഒരു ഭഗവതി മാത്രമല്ല, ഒരു നാടൊന്നാകെ, ഒരു ദേശമൊന്നാകെ, ദേശവഴികളെല്ലാം ഇനി വടക്കുന്നാഥ സന്നിധിയിലേക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ഇനിയെല്ലാം അങ്ങോട്ട് എന്നുള്ളതാണ് ഇനി ഉള്ളത്. ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പൂര വിളംബരത്തിന് വേണ്ടി ഭഗവതിയുടെ എഴുന്നള്ളത്ത് ആരംഭിച്ചു കഴിഞ്ഞു. വൈകാതെ തന്നെ ക്ഷേത്രത്തിന് പുറത്തേക്ക് കടക്കും. അതിന് ശേഷം ഏതാണ്ട് 10:30 ഈ വടക്കുന്നാഥ സന്നിധിയിലേക്ക് നെയ്തലക്കാവിലമ്മ എത്തും. ശ്രീമൂലസ്ഥാനത്ത് പൂരം കൊട്ടിക്കയറും. അതോടുകൂടി തന്നെ തെക്കിൻകാട് മേളത്തിൻ്റെ കാടായി കാഴ്ചകളുടെ വലിയ ഒരു വിരുന്നൊരുക്കിക്കൊണ്ട് പൂരപ്രേമികളെല്ലാം കാത്തിരിക്കുന്നുണ്ട്. ഏതായാലും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ക്ഷേത്രത്തിൽ നിന്ന് നെയ്തലക്കാവിലമ്മ പുറത്തേക്ക് എഴുന്നള്ളുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നോക്കൂ, ഒരു ദേശമൊന്നാകെ ഇവിടെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി എല്ലാ ദേശവഴികളും വടക്കുന്നാഥനിലേക്കാണ്, തേക്കിൻകാട്ടിലേക്കാണ്, പൂരക്കാഴ്ചകളിലേക്കാണ്. അതിന് ജാതി മത വർണ്ണ വ്യത്യാസമില്ല. എല്ലാ ആളുകളും ഇനി ഒരേ ഒരു കാഴ്ചകൾക്ക് വേണ്ടി ആ ഒരു മേളം കൊട്ടിക്കയറുന്ന കാഴ്ചകളുടെ വസന്തമൊരുക്കുന്ന ആ പൂരത്തിൻ്റെ വരവറിയിക്കുന്ന പൂരവിളംബരം, അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് ആ മണിക്കൂറുകളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ, മന്ത്രി, അതുപോലെ തന്നെ കളക്ടർ, കമ്മീഷണർ ഉൾപ്പെടെ ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഈ ആളുകൾ എല്ലാം ഇനി ഈ പൂര വിളംബരം ആ ഒരു കാഴ്ച, അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലേക്ക് പോകുന്നു. നെയ്തലക്കാവ് ഭഗവതിക്കാണ് ഈ പൂര വിളംബരം നടത്താനുള്ള അധികാരം, അവകാശം ഈ കൊച്ചി രാജാവ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഭഗവതിക്കും കൊച്ചി രാജവംശത്തിനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു അവകാശമായി തന്നെയാണ് കാണുന്നത്. ഏതായാലും പൂരം ഇവിടെ നിന്ന്, നെയ്തലക്കാവ് ഭഗവതിയുടെ പൂരം ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക്, ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളുന്നു. ഇനി പൂര വിളംബരത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രം. പൂര വിളംബരം കഴിഞ്ഞാൽ ഏതാണ്ട് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ വിസ്മയങ്ങളിലേക്ക് ഉള്ള ഒരു കാഴ്ചയാണ്. ആ വിസ്മയ ചെപ്പ് തുറക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളത്ത് വരുന്നത്. ദേശമാകെ അനുഗമിക്കുന്നു. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരം തുറന്നു കഴിഞ്ഞാൽ അതിലൂടെ ഇനി ബാക്കിയുള്ള തെക്കോട്ടിറക്കവും അതുപോലെ തന്നെ കണിമംഗലം ശാസ്താവിൻ്റെ തെക്കോട്ട് കയറ്റവും ഒക്കെ നടക്കും. ഏതായാലും ആ ഒരു കാഴ്ചകളിലേക്കുള്ള വലിയ കാത്തിരിപ്പ്, അത് അതിന് വിരാമമാകുന്നു. നെയ്തലക്കാവ് ഭഗവതി ഇതാ ക്ഷേത്ര ഗോപുരം കടന്ന് പുറത്തേക്ക് എഴുന്നള്ളുന്നു. ഏതായാലും ഇനി ദിവിഷേ അവിടെയാണ് പൂരക്കാഴ്ചകൾ. അവിടെ നമ്മളെ എല്ലാം തന്നെ കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്, അതിന് ഒരു വിരാമമാവുകയാണ് ഇതോടുകൂടി. നെയ്തലക്കാവിലമ്മ തട്ടകം വിട്ട്, ക്ഷേത്രം വിട്ട് പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 11:30 കൂടി തന്നെ പൂരവിളംബരം നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മഴ മാറി നിൽക്കുന്നുണ്ട്. ഏതായാലും ഭഗവതി ക്ഷേത്ര മതിൽക്കകം വിട്ട് പുറത്തേക്ക് എഴുന്നള്ളുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ചെറിയ തോതിൽ ഒരു മേളം ഇവിടെ കൊട്ടിക്കയറിയ ശേഷം ഇവിടെ നിന്ന് നേരെ തൊട്ടടുത്ത് തന്നെയുള്ള പുത്തലത്ത് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നു. അതിനുശേഷം നായ്ക്കനാലിലൂടെ, തിരുവമ്പാടിക്ക് മുന്നിലൂടെ നായ്ക്കനാലിലെത്തി അവിടെ നിന്ന്
ശ്രീമൂല സ്ഥാനത്തെത്തി അവിടെ പൂരം കൊട്ടിക്കയറും. ആദ്യ പൂരമാണ് നെയ്തലക്കാവിലമ്മയുടെ. പൂര വിളംബരം നടത്തുന്നത് നെയ്തലക്കാവ് ഭഗവതിയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഇതാ ക്ഷേത്രം മതിൽക്കകം വിട്ട് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുന്നു. തട്ടകം വിട്ട് വടക്കുന്നാഥ സന്നിധിയിലേക്ക് ഭഗവതിയുടെ എഴുന്നള്ളത്ത് ആരംഭിക്കുന്നു. പാണികുട്ടി, അതിനുശേഷം ഇപ്പോൾ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുന്ന ദൃശ്യങ്ങളാണ്. എറണാകുളം ശിവകുമാറിൻ്റെ ശിരസിലേറി ഭഗവതിയുടെ വടക്കുന്നാഥനിലേക്കുള്ള എഴുന്നള്ളത്ത് ആരംഭിച്ചിരിക്കുന്നു. വൈകാതെ തന്നെ ഈ ക്ഷേത്ര ദേശം വിട്ട് ദേവി പുറത്തേക്ക് എഴുന്നള്ളും. അതിനുശേഷം വടക്കുന്നാഥ സന്നിധിയിലെത്തിയാൽ പൂര വിളംബരം നടക്കും. മുൻകാലങ്ങളിലൊക്കെ ഇതൊരു സാധാരണ ചടങ്ങ് മാത്രമായിരുന്നാൽ തന്നെ അതിന് ശേഷം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആ ഒരു ഗജവീരൻ അത് തിടമ്പേറ്റിയതിനു ശേഷം ആരാധകരുടെ ബാഹുല്യം, അതിനുശേഷം ഇതൊരു മിനി പൂരമായി തന്നെ ഈ പൂര വിളംബരം മാറുന്ന കാഴ്ചയാണ് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനില്ല. പകരം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ എറണാകുളം ശിവകുമാറാണ് ഇത്തവണയും ഭഗവതിയുടെ തിടമ്പേറ്റി വരുന്നത്. പൂര വിളംബരത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. മന്ത്രിമാരൊക്കെയുണ്ട്, MLA ഉണ്ട്, കളക്ടറുണ്ട്. അങ്ങനെ പൗരപ്രമുഖരും ദേശത്തെ ആളുകൾ, ദേശവാസികളെല്ലാം തന്നെ ഇപ്പോൾ ഈ പൂര വിളംബരത്തിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതായത് അത്രത്തോളം തൃശ്ശൂരിനെ സംബന്ധിച്ച് ദിവിഷത ആർപ്പുവിളികളോട് കൂടി പൂര വിളംബരത്തിന് വേണ്ടി നെയ്തലക്കാവ് ഭഗവതി തട്ടകം വിട്ട് പുറത്തേക്ക് എഴുന്നള്ളുകയാണ്. ഇനി പൂര വിളംബരത്തിന് ശ്രീധര അങ്ങനെ തട്ടകം വിട്ട് പുറത്തേക്ക് എഴുന്നള്ളുന്ന നെയ്തലക്കാവ് അമ്മയെ കാത്തിവിടെ വടക്കുന്നതിനുണ്ട്. ഈ പൂരനഗരി മുഴുവൻ കാത്തിരിക്കുന്നുണ്ട്. മനോഹരമായ കാഴ്ച. നേരത്തെ പറഞ്ഞ പോലെ ശ്രീധരൻ, അക്ഷയ, ഈ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ അല്ലേ, പൃഥ്വികാരൻ, തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഈ നടതുറക്കൽ ചടങ്ങിലേക്ക് രംഗപ്രവേശനം ചെയ്തതോടുകൂടിയാണ് ഈ പൂര വിളംബരം ഒരു വലിയ ഒരു ചടങ്ങായി മാറി അല്ലേ. ഇപ്പൊ എറണാകുളം ശിവകുമാറിനാണ് ആ നിയോഗം ഉള്ളത്. പക്ഷെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വരുന്നുണ്ട്. ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി രാമനും ഇങ്ങോട്ടേക്ക്